ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മമ്മൂക്കയുടെ ടർബോ ഓട്ടം നിർത്താൻ പരിപാടിയില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. 6 വാരങ്ങൾ പിന്നിടുകയാണ് സിനിമ. 7-ാം വാരത്തിലേക്ക് നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ സിനിമ കൊയ്ത്ത് തുടരുകയാണ് എന്നുള്ളതാണ്. വീണ്ടും അവിടെ ടർബോ ഇറങ്ങാൻ പോകുന്നു. അത് മലയാളവും അല്ലെങ്കിൽ വേറെ ഭാഷകളൊന്നുമല്ല, അറബിക് ഭാഷയിലേക്ക്. നമ്മൾ ഏതാനും വാരങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കാഴ്ച അല്ലെങ്കിൽ കാര്യമായിരുന്നു, മമ്മൂട്ടിയുടെ ടർബോ അറബിക് ഭാഷയിൽ വരുന്നു, അതിൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളുമൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ളത്. അന്നൊരു സംശയമുണ്ടായിരുന്നു, ഇത് ഇനി OTTക്ക് വേണ്ടിയാണോ അതോ തിയേറ്റർ റിലീസ് ഉണ്ടാകുമോ എന്നുള്ളത്. ഇവിടെ ആ ഒരു സംശയം മാറുകയാണ്. OTTയിലേക്ക് ഡയറക്റ്റ് റിലീസ് അല്ല, സിനിമ നേരെ തിയേറ്ററുകളിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. മമ്മൂക്കയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള ആരാധകരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതായത് സ്വദേശികളായ പല അറബ് നിവാസികളും അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അറബിക് മൂവി വരുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ ഈ സിനിമ വീണ്ടും ഹിറ്റടിക്കുമെന്നുള്ള. മലയാളം ഓൾറെഡി ഹിറ്റടിച്ചു. ഈ 7-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും അവിടുത്തെ തിയേറ്ററുകളിൽ സിനിമ ഓടുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത് എന്താണേലും അടിപൊളി എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിനോടകം തന്നെ 100 കോടിയോളം എത്തിയിട്ടുണ്ടാകാം സിനിമ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എന്തായാലും കളക്ഷൻ്റെ കാര്യത്തിലല്ല, സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയമാണ് ഈ ഒരു സിനിമ. വലിയ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള കളക്ഷനും നേടി ജനപ്രീതിയും നേടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ടർബോയുടെ ഓട്ടം നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഏത് സിനിമ എടുത്താലും മമ്മൂക്ക തന്നെയായിരിക്കാം ഡബ്ബ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മലയാള ഭാഷകളിൽ പല ദേശങ്ങളിലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന, അതേപോലെ തന്നെ ഒരേ സ്ഥലത്തെ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിലും മമ്മൂട്ടിയോളം മിടുക്ക് വേറെ ആർക്കുമില്ല. എന്നല്ല, അങ്ങനെ വേറൊരു നടനും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജോ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജോ അങ്ങനെയൊന്നുമില്ല. ഏത് സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കുന്നു അദ്ദേഹം ആ ലാംഗ്വേജ് അദ്ദേഹം തന്നെ ഡബ്ബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തെലുങ്കാണേലും കന്നഡയാണേലും ഹിന്ദി ആണേലും തമിഴാണേലും എല്ലാം അദ്ദേഹം തന്നെ ഡബ്ബ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാനും കഴിയുന്നു. പക്ഷേ ഇവിടെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബിക് ഭാഷയിലേക്ക് വരുമ്പോൾ ഈ പ്രാവശ്യം അദ്ദേഹം അല്ല ഡബ്ബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അഹമ്മദ് സലയാണ് ഈ ഒരു സിനിമയുടെ ഡബ്ബ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെയുള്ള ഏതാനും സിനിമകൾ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം നല്ല ലെവലിൽ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുമാണ്. നമ്മളതിൻ്റെ ട്രെയിലർ കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഗംഭീരമായിട്ട് ആണ് എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ഇതിനകത്തിൽ ഒരു വിഭിന്നമായ ഒരു കാര്യം കാണുന്നത്, അതായത് മമ്മൂക്ക ഈ സിനിമ ഡബ്ബ് അല്ലെങ്കിൽ അറബിക് ഭാഷ ഡബ്ബ് ചെയ്യുന്നില്ല എന്നുള്ളത്. എന്നാലും ടർബോ അവിടെ കത്തിക്കയറാൻ ഉറപ്പിച്ച് തന്നെയാണ് പോകുന്നത്. ഇവിടെ 100 കോടി ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നവർക്ക് ഒരു ഉത്തരം തരികയാണ്. 100 കോടിയല്ല കാര്യം, സിനിമ ഓടുന്നുണ്ടോ. ഓടാതെ 100 കോടി കാണിക്കാൻ ഒരുപാട് പേർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഓടി 100 കോടി കാണിക്കാൻ ഇതുവരെ ആർക്കും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ അറബി ഭാഷയിലേക്ക് മമ്മൂക്കയുടെ സിനിമ എത്തുമ്പോൾ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതിനോടകം തന്നെ കേരളത്തിൽ ഫൈനൽ ലാപ്പിലാണ് സിനിമ ഓടുന്നത്. ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. പ്രതിദിനം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ ഉള്ള കളക്ഷനാണ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നത്. എന്തായാലും അതൊരു മികച്ച കളക്ഷൻ തന്നെയാണ്. ബാക്കിയുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ 1000-ഉം 500-ഉം ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു സിനിമ കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ടർബോ എത്തുമ്പോൾ ജാസിം ടർബോയായി ഗൾഫ് രാജ്യങ്ങളിൽ നിറഞ്ഞാടട്ടെ. അവിടെ കാണുന്നവർ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ ഗൾഫിലാണ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ്, അവിടെ എവിടെയൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ സിനിമ കാണുന്നത്? ഇവിടെ ഉള്ളവർക്ക് അതറിയാൻ ഒരു താല്പര്യമുണ്ട്. അന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബോസ്.